ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഇന്നൊരു ശനിയാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. രാവിലെ തന്നെ എഴുന്നേറ്റു. ശനിയാഴ്ച ഒരുപാട് ജോലി ഉണ്ടാവും, വിളക്കൊക്കെ വെക്കണം, പിന്നെ ടെമ്പിളും പോകണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചേ. ഇനിയിപ്പോൾ രാവിലെ പുളിയോഗരാക്കാൻ പോകുന്നത്. മോന് ഹാഫ് ഡേ ആണ് ക്ലാസ്. മൂത്താൾക്ക് ക്ലാസ്സില്ല, എന്നാലും ഇന്ന് പോകുന്നില്ല, പനിയാണ്. പനി മാറിയിട്ടില്ല. പുളിയോഗരാക്കിയിട്ട് കുറച്ച് ജോലിയൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഗൈസ്. അങ്ങനെ വേഗം ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ പുളിയോഗരക്ക് എന്തൊക്കെ വേണോ അതൊക്കെ റെഡിയാക്കി വെച്ചു. എന്നിട്ട് പുളിയോഗരാക്കി ചായ ഉണ്ടാക്കി മോനെ എഴുന്നേൽപ്പിച്ച് അവനെ റെഡിയാക്കണമല്ലോ. ഒരു സൈഡിൽ എനിക്ക് സാറ്റർഡേൻ്റെ പൂജയും ആക്കണം, പിന്നെ വീട്ടിൻ്റെ പണി കുറേ ഉണ്ടാവുമല്ലോ. സാറ്റർഡേ രാവിലെ എല്ലാം ആവണ്ടേ, അപ്പോൾ അതൊക്കെ എടുക്കണം. അതുകൊണ്ട് വേഗം അവനെ എഴുന്നേറ്റ് റെഡിയാവാൻ പറഞ്ഞിട്ട് ഞാൻ പുളിയോഗരയൊക്കെ മിക്സാക്കി വെച്ചു ഗൈസ്. കണ്ട പുളിയോഗര റെഡിയായി. എന്നിട്ട് തലയ്ക്ക് കുറച്ച് എണ്ണയൊക്കെ ഇട്ടു. കോക്കനട്ട് ഓയിൽ, തല കുളിക്കണമല്ലോ രാവിലെ തന്നെ. അതുകൊണ്ട് വേഗം എന്താക്കി കുറച്ച് കോക്കനട്ട് ഓയിലൊക്കെ എടുത്ത് തലയ്ക്കിട്ട് മസാജാക്കി. കുറച്ച് നേരം അങ്ങനെ നന്നായി ഇല്ല, കുറച്ച് നേരം ആക്കിയിട്ടില്ല. എന്താ പറഞ്ഞാൽ ടൈം ഉണ്ടായിട്ടില്ല. എനിക്ക് 9:30 ടെമ്പിൾ പോകണമായിരുന്നു. അപ്പോൾ വേഗം ജോലിയൊക്കെ തീർത്തിട്ട് വേണ്ടേ പോകാൻ. അതുകൊണ്ട് കുറച്ച് അങ്ങനെ മേലെ കോക്കനട്ട് ഓയിലൊക്കെ ഇട്ടു. മുടി ഭയങ്കര പോവാണ് ഗൈസ്. ഇവിടുത്തെ ഗീസർ വെള്ളത്തിൽ കുടിച്ചിട്ടേ വെള്ളം ചേഞ്ച് ആണല്ലോ, ഞങ്ങളുടെ നാട്ടിലുള്ള വെള്ളമല്ലല്ലോ. അതുകൊണ്ട് നന്നായി മുടി പോവാണ്. അതുകൊണ്ട് ഇങ്ങനെ ടൈം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ ആരെങ്കിലും മസാജാക്കി തരുവാണെങ്കിൽ ഓക്കെ. ഞങ്ങൾ തന്നെ ഇടുകയാണെങ്കിൽ എനിക്ക് മടിയാണ്. ഈ എണ്ണയൊക്കെ ഇട്ട് തല കുളിക്കുമ്പോൾ എണ്ണയൊക്കെ ഇടാൻ ഭയങ്കര മടിയാണ്. എന്നിട്ടും ഇട്ടു. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ മുടിയൊക്കെ പോയി ഞാൻ മൊട്ട ആകും തോന്നുന്നു വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി കുറച്ച് ഓയിലൊക്കെ അപ്ലൈ ചെയ്തു. എന്നിട്ട് വീട്ടിലുള്ള ജോലിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ പാത്രമൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ പാത്രമൊക്കെ കഴുകാൻ നിന്നു. അത്ര വലിയ പാത്രമൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് അത്ര ഇതൊന്നും ആക്കില്ലല്ലോ, വെറും പുളിയോഗര മാത്രമേ ആക്കിയത്. അതിന് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ച്. കിച്ചണൊക്കെ ക്ലീൻ ആക്കണമല്ലോ, നന്നായി കിച്ചണൊക്കെ ക്ലീനാക്കി. ഇനി കുളിച്ചിട്ട് വേണം പൂജ സാധനമൊക്കെ കഴുകാൻ. അപ്പോൾ കുറച്ച് കിച്ചണിൽ ക്ലീൻ ഉണ്ടാവണമല്ലോ. അതുകൊണ്ട് എല്ലാം കിച്ചണൊക്കെ ക്ലീനാക്കി വെച്ചു ഗൈസ്. ഇനിയിപ്പോൾ അടിച്ച് വാരണം, തുടയ്ക്കണം, അങ്ങനെ കുറച്ച് ജോലിയൊക്കെ ഉണ്ട്. ഇന്ന് അമ്പലത്തിൽ നല്ല റഷായിരിക്കും. അവിടെ ശനിയാഴ്ച എപ്പോഴും റഷാണ്. ഒരുപാട് വലിയ ക്യൂ ഉണ്ടാവും. ഇനിയിപ്പോൾ നോക്കട്ടെ, പോയിട്ട് 9:30 പോകാമെന്ന് പറഞ്ഞു ചേച്ചി. അപ്പുറത്തെ വീട്ടിൽ ചേച്ചി പറഞ്ഞത് 9:30 നമുക്ക് പോകാമെന്ന്. അപ്പോൾ നോക്കട്ടെ, പോയി നോക്കണം. എന്തായാലും അവിടെ നിന്ന് വരുമ്പോൾ എന്തായാലും ഉച്ച ആവും തോന്നുന്നു. അവിടെ പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാനും മൂത്ത മോനുമാണ് പോകുന്നത്. അപ്പോൾ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വരാമെന്ന് വിചാരിക്കുന്നു. നോക്കാം. അങ്ങനെ അടിച്ചു വാരാൻ വന്നേ. മോനിനും എഴുന്നേറ്റില്ല. മൂത്ത ആൾ 2-3 ദിവസമായല്ലോ പനിയായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. അപ്പോൾ പിന്നെ എഴുന്നേൽപ്പിക്കണ്ടെന്ന് വിചാരിച്ചു, കുറച്ച് നേരം കൂടി കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവനിങ്ങനെ കിടന്നുറങ്ങുവാണ്. ഞാനപ്പോൾ വേഗം അടിച്ചൊക്കെ വാരിയിട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ആ പരിപാടിയിലാണേ. ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? എനിക്കറിഞ്ഞൂടാട്ടാ. എനിക്ക് അറിയുന്ന രീതിയിലാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കണം. എനിക്ക് എഡിറ്റിങ്ങും അത്ര വലിയ അറിഞ്ഞൂടാ. എനിക്കറിയുന്ന പോലെ എഡിറ്റിങ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണേ. ഇതിന് എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. എന്നാൽ എന്താ ചെയ്യുക, എനിക്ക് പറയണമല്ലോ, എൻ്റെ ആവശ്യമായി പോയല്ലോ. എപ്പോഴും പറയാണ്, എൻ്റെ മലയാളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിഞ്ഞൂടാ. ഞങ്ങൾ കൊടകിലുള്ള എല്ലാ മലയാളികളും ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ ഓരോരോ വാക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പൂജ സാധനമൊക്കെ എടുത്ത് വെച്ച് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് പൂജ സാധനമൊക്കെ എടുത്ത് വെച്ചു. പീതാംബരി പൗഡറില്ല, അതിലിങ്ങനെ ക്ലീൻ ആക്കാം, എന്നാലേ ക്ലീൻ ആവും. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് പൂജ മറ്റേ ഫോട്ടോ ഇല്ല, അവിടെ എന്തൊക്കെ വെക്കണം, കളസം വെക്കണമല്ലോ. ഞങ്ങൾ കളസം വെക്കും, വെത്തലൊക്കെ വെച്ചിട്ട് തേങ്ങ വെച്ച് മഞ്ഞക്കയറ്, അതൊരു പെണ്ണിനെ പോലെ ലക്ഷ്മിയല്ലേ, അങ്ങനെ അതൊക്കെ ഞങ്ങൾ വെക്കും. അപ്പോൾ അതൊക്കെ മാറ്റി ഇന്നലെ പൂവും ഇതൊക്കെ കൊണ്ടുവന്നായിരുന്നു വൈകുന്നേരം.
അപ്പോൾ അതൊക്കെ മാറ്റി വെക്കുകയാണ്. എനിക്ക് ഈ ഫോൺ എവിടെ വെക്കണമെന്ന് അറിഞ്ഞൂടെ. വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഈ ഫോൺ ഇങ്ങനെ സൈഡിലാണ് വെച്ചിട്ടുള്ളത്. അതിങ്ങനെ ചെരിഞ്ഞ് പോവുകയാണ്. എത്ര പ്രാവശ്യമാണ് വെച്ചതെന്നറിയോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വീഡിയോസ് ഇത് കാണുന്നത്. അങ്ങനെ അതൊക്കെ ഒതുക്കി വെച്ചു. ഇനി പൂവൊക്കെ വെച്ച് അതൊന്ന് ഒതുക്കണം. എന്നിട്ട് വേണം വിളക്ക് വെക്കാൻ ഗൈസ്. ഇത് ഞാൻ ശനിയാഴ്ച എപ്പോഴും ചെയ്യാറുണ്ട്. ഈ വീഡിയോ ഉൾട്ടായിപ്പോയി ഗൈസ്. ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഇപ്പുറത്ത് വെച്ചപ്പോൾ ഞാൻ അത് ശ്രദ്ധിച്ചില്ല. അതിന് ശരിക്കും ഇതാക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വീഡിയോ ഇട്ടു. ഈ ദിവസം ഞങ്ങൾ മറ്റേ നോൺ വെജ് ഒന്നും കഴിക്കാറില്ല കേട്ടോ. ഇത് ഒരുപാട് വർഷമായി. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കാറില്ല. എന്തായാലും എവിടെ പോയാലും ഞാൻ നോൺ വെജ് ശനിയാഴ്ച കഴിക്കാറില്ല ഗൈസ്. ഇങ്ങനെ രാവിലെ തന്നെ ഇതൊക്കെ വിളക്കൊക്കെ വെക്കുന്നതല്ലേ. അതുകൊണ്ട് എല്ലാ ശനിയാഴ്ചയും ഞാനിത് ചെയ്യും. ഇത് ഒതുക്കി വെക്കാൻ തന്നെ കുറേ നേരം പിടിക്കും. വേഗമൊന്നും ആവില്ല ഗൈസ്. അങ്ങനെ മഞ്ഞളൊക്കെ തേക്കുവാണേ. എൻ്റെ പടിക്ക് മഞ്ഞൾ കുങ്കുമൊക്കെ ഇതാക്കണമല്ലോ. അത് ഞങ്ങൾ നാട്ടിലൊന്നും ഇത് ചെയ്യാറില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങൾ ചെയ്യും ഇവിടെ. കർണാടകത്തിൽ ഇത് മെയിനാണ്. മുന്നത്തെ മറ്റേ മെയിൻ ഡോറില്ലേ, ആ പടിക്കാണ് ഇങ്ങനെ മഞ്ഞൾ കുങ്കുമൊക്കെ നല്ല ഡെക്കറേഷൻ ചെയ്യുന്നത്. അല്ലെ മഞ്ഞളും കുങ്കുമൊക്കെ റംഗോലിയൊക്കെ ഇടും. റംഗോലി ഇടാൻ എനിക്ക് അത്ര അറിഞ്ഞൂടാ. ഇടും, പക്ഷെ അത്രയ്ക്കൊന്നും അറിഞ്ഞൂടാ. കുറേ ലേട്ടോ. പിന്നെ ഇവിടെ മുന്നിൽ റംഗോലി ഒന്നും ഇടാൻ പറ്റില്ലല്ലോ. മാറ്റ് ഇട്ടുന്നല്ല. അവിടെ റംഗോലി പൊടി മറ്റേ കാറ്റൊക്കെ പറന്നു പോകുമല്ലോ. അതുകൊണ്ട് മഞ്ഞളും കുങ്കുമൊക്കെ എന്തായാലും ഞാൻ ആഴ്ച ഇങ്ങനെ തേക്കും. പിന്നെ തുളസി ചെടി ഉണ്ട്. അന്ന് ഞാനൊരു വീഡിയോയിൽ കാണിച്ചില്ലേ, തുളസി ചെടി നട്ട്. അത് കുഴപ്പമില്ല, നന്നായി വരുന്നുണ്ട്. അപ്പോൾ അതിന് മഞ്ഞൾ കുങ്കുമൊക്കെ വെക്കണം. ഇത് കഴിഞ്ഞിട്ട് അവിടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉള്ളത്. ഈ വീഡിയോ എനിക്ക് എൻ്റെ മോൻ അപ്പോഴത്തേക്ക് എഴുന്നേറ്റു. അവനാണ് എടുത്തു തരുന്നത്. വേറെ ആരുമില്ലല്ലോ എടുത്തു തരാൻ. മറ്റേ സ്റ്റാൻഡും ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരാൾ വേണം എന്തായാലും എടുത്തു തരാൻ. ഞങ്ങളെ ഡോറിൻ്റെ മുകളിൽ പൂവൊക്കെ വെക്കും. പക്ഷെ അവിടെ മറ്റേ ആണില്ല, അതില്ല. അതുകൊണ്ട് പൂവൊന്നും വെച്ചിട്ടില്ല. താഴെ വെച്ചു, പടിയിൽ വെച്ചു പൂവൊക്കെ. തുളസി ചെടി കണ്ടോ, ഞങ്ങളന്ന് വീഡിയോയിൽ ഞാൻ ഇട്ടായിരുന്നല്ലോ. അതാണ്, അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അതിന് മഞ്ഞൾ കുങ്കുമൊക്കെ തേക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ശനിയാഴ്ച ഒരുപാട് ലേറ്റാവും. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ കുറേ ടൈം പിടിക്കുമല്ലോ. അത് കുറേ നേരം ആവും എന്തായാലും വിളക്ക് വെക്കുമ്പോഴത്തേക്കും. എന്താ പറഞ്ഞാൽ അങ്ങനെ എല്ലാ ദൈവത്തിനും ആരത്തിയൊക്കെ എടുത്തു.
ഞാൻ ഫോട്ടോയിൽ കാണിച്ചായിരുന്നല്ലോ, ആ ഫോട്ടോയിലുള്ളത് എൻ്റെ അച്ഛനാണ്. മരിച്ചിട്ട് ഒരുപാട് വർഷമായി. ഞാൻ കുഞ്ഞായിട്ടുണ്ടാകുമ്പോഴാണ് മരിച്ചത്. അപ്പോൾ അച്ഛനും ഞാൻ പൂജ ചെയ്യും. അങ്ങനെ സൂര്യനും പൂജിച്ചു. അങ്ങനെ ചെയ്യുന്നത് സൂര്യൻ നമസ്കാരമാണ്, സൂര്യന് പൂജ ചെയ്യുന്നതാണ്. പിന്നെ ഞങ്ങൾ പടിക്ക് ഞങ്ങളെപ്പോഴും പൂജ ചെയ്യണമല്ലോ, അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അങ്ങനെ മോന് ആരത്തിയൊക്കെ എടുത്ത്, ഞാനും ആരത്തിയൊക്കെ എടുത്ത്. ഇനി ഭഗവത്ഗീത ഉണ്ട്, അത് ഞാൻ ശനിയാഴ്ച വായിക്കും. അതൊരു പേജ് ഇങ്ങനെ വായിച്ചിട്ട് അങ്ങനെ ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം. പുളിയോഗര ആക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് വേണം അമ്പലത്തിൽ പോകാൻ, ഇല്ലെങ്കിൽ വരുമ്പോൾ എന്തായാലും ലേറ്റാവും. അവിടെ പിന്നെ ഫുഡ് ഉണ്ടല്ലോ ഉച്ചയ്ക്ക് അമ്പലത്തിൽ. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പുളിയോഗരൊക്കെ കഴിച്ചു. ശിവൻ്റെ അമ്പലത്തിൽ എത്തി. ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്ന് ശിവൻ്റെ അമ്പലം ഇന്ന് ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എന്താക്കി, ചിക്ക് പോയി. അവിടെ അന്ന് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നല്ലോ, അവിടെ പോയായിരുന്നു. അവിടെ പോയിട്ട് പൂജിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ മടങ്ങി. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗൈസ്. എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.